ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞാനന്ന് എടുത്തു വെച്ചിട്ടുള്ളതാണ്. പക്ഷെ പിന്നെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞായറാഴ്ച സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഒക്കെയാണോ ഇരിക്കുന്നത്? മഴയൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ ദാ വയനാട് ദുരന്തം, മണ്ണിടിച്ചിൽ, ദുരന്തം ഒക്കെ നമ്മളെ വാർത്തകളിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഫോണെടുത്താലും പിന്നെ ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു വാർത്താ സംഭവങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിനും ഒരു സമാധാനമൊന്നും ഇല്ലാത്തൊരു അവസ്ഥ. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് ജീവനും ജീവിതവും ഒക്കെ നഷ്ടമായിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധം അവരെയൊക്കെ ഒന്ന് സഹായിക്കാനും പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് സമാധാനപരമായൊരു ജീവിതം അവർക്കിനി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇങ്ങനെയുള്ളൊരവസ്ഥകളൊന്നും ദൈവം ആർക്കും തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ രാവിലെ എന്തായാലും ചായക്ക് പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടിക്ക് ഞാനിതാ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തിനും കറി വേറെ ഉണ്ടാക്കണില്ല. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി തന്നെ ഉച്ചയ്ക്കും ആക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ്. ക്യാരറ്റും സവാളയും ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് തേങ്ങ അരപ്പിക്കുക, ജീരകവും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമുളകും ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഗ്രീൻ പീസ് കറി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്കും കൂടെ ചോറിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ. വേറെ കറികളാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് പിന്നെ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കിയാലും അവർ ഇത് ഉച്ചയ്ക്ക് ഇതാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഇത് ആക്കാമെന്ന് എഴുതിയിട്ടോ കറി. പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നും അനുവും പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. പിന്നെ അനുവിന് ജലദോഷവും ചുമയും ശ്വാസം മുട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവളിന്ന് ഡോക്ടറെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഡോക്ടർ ഉച്ചവരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പോൾ ഏട്ടൻ രാവിലെ ഓട്ടത്തിന് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും വേണം. ഉച്ചയുടെ മുന്നേ കാണിക്കും വേണം. അപ്പോൾ ഏട്ടനുള്ള ചായ ഏട്ടൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് പൊടിയും കൂടി ഉണ്ടായിരുന്നു, പുട്ടിനുള്ള പൊടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അടുപ്പത്ത് ഉണ്ട് കേട്ടോ, ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനുമോൾക്ക് ഏട്ടൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളിതാ പുസ്തകത്തിൽ ചിത്രമൊക്കെ വരച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഏട്ടൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു. അപ്പോൾ അതാ ഏട്ടൻ വിറക്, ഇത് വീട്ടിൽ നിന്ന് അന്ന് കൊടുത്തിട്ടുള്ള വിറകാണ് കേട്ടോ. അന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇത് പച്ച വിറകായിരുന്നു. ഇത് റബ്ബറിൻ്റെയൊക്കെ വിറകാണ് കേട്ടോ. അപ്പം അന്ന് ഇത് പച്ച വിറകായിരുന്നു. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊന്ന് ചെറിയൊരു നനവൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിറക് നന്നായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് അത് വലിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഏട്ടൻ അത് എടുത്ത് തന്നതാണ്. എടുത്തിട്ട് പിന്നെ ഒന്ന് മടാളുകൊണ്ട് മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കത്തിക്കാൻ പാകത്തിനാക്കി മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കുടന്ന് വെച്ചു. പിന്നെ അത് അനുമോളുടെ പുറപ്പിടിച്ചിട്ട് പറഞ്ഞു വെച്ചു കേട്ടോ. പൊന്നും പോകുന്നുണ്ട് കൂടെ. അപ്പോൾ അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം ശ്വാസം മുട്ട് വരും കേട്ടോ. അപ്പം അതിൻ്റെ ആവി പിടിക്കാനുള്ള ഗുളികകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതും വാങ്ങിക്കണം. അതങ്ങനെ വാങ്ങി വെക്കാറാണ് കേട്ടോ ഉള്ളത്. അവർക്കിങ്ങനെ ശ്വാസം മുട്ട് അധികമാകുന്ന സമയത്ത് ആവി പിടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ സ്ഥിരം ഈ ഒരു ഡോക്ടറാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അവർ ആ ഒരു ഡോക്ടറെ കാണിച്ചാൽ തന്നെ ഉള്ളവർക്ക് കുറവാവാറുള്ളൂ കേട്ടോ. എന്തെങ്കിലും അസുഖം വന്നാൽ ആ ഒരു ഡോക്ടറെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഡോക്ടർ ഉച്ചവരെ എന്തായാലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളിലേക്കൊക്കെ കടന്ന് ഇരിക്കാം കേട്ടോ. അപ്പോൾ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിന്നിട്ടില്ല കേട്ടോ. അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ചാറാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ കരുതി ഇനി കുളിക്കാനൊക്കെ പോണതിൻ്റെ മുന്നേ ആയിട്ട് മൊത്തത്തിലൊന്നും കൂടെ അടിച്ച് വാരിയിട്ടിട്ടാണ് കുളിക്കാൻ പോകാമല്ലോ എന്ന് അങ്ങനെ കരുതി. അപ്പോൾ അടുക്കളത്തെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ. പാത്രം കഴുകാനൊക്കെ ഉണ്ട്, പിന്നെ ചോറ് വെക്കാണ്ട്. അപ്പം വിറക് നനവുള്ളത് കൊണ്ട് തന്നെ കത്തിക്കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ വിറക് അങ്ങനെ അടുക്കളയിൽ കൊടുന്നിട്ടിട്ടുണ്ട്. ഇപ്പം ഇനി അതൊന്ന് നനവൊക്കെ പോയിട്ടുള്ളൂ കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചേ. അപ്പോൾ പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ പിന്നെ ചോറ് വേഗം അടുപ്പത്ത് ഇട്ടു. പിന്നെ അവിടെയുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പും പിന്നെ ഒക്കെ ഗ്യാസും എല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ടു. പിന്നെ അകമൊന്ന് അടിച്ചു വാരി തുടച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പം നിലം ഉണങ്ങാത്തത് കാരണം അവർ വരുമ്പത്തിനും അതൊന്ന് തുടച്ചിട്ടാന്ന് കരുതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ അത് കൂടെ ഇന്ന് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവർക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അകം അടിച്ചു വാരിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് അടുക്കള അടിച്ചു വാരി തുടച്ചിട്ടുണ്ട്, അകം തുടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയും അടിച്ചു വാരി തുടച്ചിട്ടുണ്ട്. അപ്പോൾ വിറകൊക്കെ ഒന്ന് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോലായിൽ ഞാൻ തുടച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്ന് വെള്ളം വലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നല്ല മഴ പെയ്യൊക്കെയാണെങ്കിൽ ഉണങ്ങി കിട്ടാത്ത സമയത്ത് ഞാനിതങ്ങനെ ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നും കൂടെ തുടച്ചിടാറുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ വേഗം ഉണങ്ങുന്നുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ ഇരിക്കും, വല്ലാണ്ടൊന്നും വലിയ ഉണക്കമൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് അങ്ങനെ പിന്നെ തന്നെ അതങ്ങോട്ട് ഉണങ്ങിക്കോളും, അങ്ങനെയാണ്. അപ്പോൾ ചോറും ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം വെച്ചിട്ടുള്ള കായ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പേരിയും വെക്കേണ്ടി വന്നില്ല. പിന്നെ ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കറികളായിട്ടൊന്നും വേറൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പിന്നെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോൾക്ക് കഞ്ഞി കൊടുത്തിട്ട് പിന്നെ അവൾക്ക് മരുന്നുകൾ കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയ്യെങ്കിൽ പിന്നെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു അതിലിങ്ങനെ ഇരിക്കുകയാണ് അവൾ, തിണ്ടത്തിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറി ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അതും കഴിഞ്ഞിട്ട് പച്ചരി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. ദോശയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള പച്ചരി വെള്ളത്തിലിടുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന് ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഏട്ടനോട് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പണിയും കൂടി കഴിഞ്ഞ് അകത്തുള്ള ഏകദേശം പണികളൊക്കെ ഒരുങ്ങി. ഇനിയിപ്പോൾ മുറ്റടിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, കാറ്റൊക്കെ വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട്, ചപ്പാകെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിട്ട് കുളിക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിണ്ടിൻ്റെ അവിടെ താഴെ അങ്ങനെയായിട്ട് കുറച്ച് സിമെൻ്റ് ഇട്ട ഭാഗങ്ങളുണ്ട്. അവിടെ ഒന്ന് ഉരച്ചെടുത്ത് കഴുകണം. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വഴുക്കലുണ്ട് കേട്ടോ. അപ്പം അവിടെ ഒന്ന് കഴുകണം. എത്ര കഴുകിയാലും അവിടെ അതേപോലെ തന്നെ ഒരു പൂപ്പൽ പിടിച്ച ഇതിൽ ഇങ്ങനെ കിടക്കോട്ട് വന്നാലും അവിടെ ഒന്ന് വൃത്തിയാക്കി ഇടണം. അപ്പോൾ അതാ ഈ വഴിയുടെ ഈ ഭാഗം ഒക്കെ നല്ല ചപ്പ് നിറഞ്ഞ് കിടക്കാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതും കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചത്തെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടുള്ളത്. ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്